നമസ്കാരം സാർ. നമസ്തേ. എന്തിനാ? ട്രാൻസ്ജെൻഡർ ആക്ടിന് ഇപ്പോൾ വളരെ തിടുക്കത്തിൽ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു. അതിനെതിരെ വിമർശനങ്ങളും ധാരാളമായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് അമെൻമെന്റ് ബിൽ 2026 2019 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് വിതിൻ ബ്രാക്കറ്റ് പ്രൊട്ടക്ഷൻ റൈറ്റ് ആക്ടിനെയാണ് അമെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് പ്രധാനമായും ഈ അമെൻഡ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. മറ്റു ചില കാര്യങ്ങളുണ്ട്, ബട്ട് ദിസ് ദ മെയിൻ തിങ്. അതിനർത്ഥം 2019 നിയമത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നല്ല, മറിച്ച് ആ ഡെഫിനിഷനെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ട്രാൻസ്ജെൻഡർ ആളുകളെ തേർഡ് ജെൻഡർ എന്ന് അംഗീകരിച്ച സുപ്രീം കോടതിയുടെ 2014 വിധിയുടെ ഉദ്ദേശത്തെ തന്നെയാണ് കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവുകളെ മോഡിയുടെ സർക്കാർ അട്ടിമറിക്കുന്നത് ഇതാദ്യമല്ല. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നിയമനത്തിന്റെ കാര്യത്തിലും പിന്നെ അഡൽട്ട് ഡീക്രിമിനലൈസ് ചെയ്തും അതെല്ലാം പിന്നീട് അട്ടിമറിയിൽ കൂടെ ഇത് നിയമമാക്കി കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പുതിയ കാഴ്ചയല്ല. എന്നാൽ അത് എന്താണെന്ന് നോക്കാം. എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഈ സപ്ലിമെന്ററി ലിസ്റ്റിലൂടെ? കാരണം ശരിക്കുള്ള അജണ്ടയിൽ ഇല്ലായിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ കൂടെയാണ് പാർലമെന്റ് അജണ്ടയിൽ ഈ ബില്ല് തിരികെ കയറ്റിയത്. അതെന്തിനാണെന്ന് ആർക്കും അറിയില്ല. എന്തായിരുന്നു അർജൻസി? ആർക്കും അറിയില്ല. ആരോടും കൺസൾട്ട് ചെയ്തേ അറിയില്ല. തേർഡ് ജെൻഡർ കമ്മ്യൂണിറ്റിയുമായി യാതൊരു കൂടിയാലോചന നടത്തിയിട്ടില്ല. അവരെയാണ് ഇത് പ്രധാനം ഏറ്റവും ബാധിക്കുന്ന അവരെയാണ്. അവരുടെ ഒരു സംഘടനകളോട് ഇത് ചർച്ച ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്ന ബില്ലാണ് അവരുമായി കൂടിയാലോചന പോലും ഇല്ലാതെ പാസ്സാക്കിയെടുത്തത്. ദില്ലിയിലും മറ്റും അരങ്ങേറുന്ന തേർഡ് ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ പ്രതിഷേധങ്ങൾ ഈ ബില്ല് അവർക്ക് എതിരാണെന്ന് കൊണ്ടാണ്. 2025 ഒക്ടോബർ 17 സുപ്രീം കോടതി ജെയിൻ കൗശിക് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ വിധിയിൽ സുപ്രീം കോടതി തേർഡ് ജെൻഡറിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്ന അനാസ്ഥയെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ മറപിടിച്ചാണ് ഇപ്പൊ ഇത് മുഴുവൻ ചെയ്യുന്നത്. ആഴത്തിൽ വേരോടിയ സോഷ്യൽ സ്റ്റിഗ്മയും ബ്യൂറോക്രസിയുടെ താല്പര്യക്കുറവുമാണ് ഇതിന് കാരണമെന്ന് കോടതി പറഞ്ഞു. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്ത കേസിൽ 2014 വിധി പറഞ്ഞ സുപ്രീം കോടതി വിധിന്യായത്തിന്റെ 126 പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതി. ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി കൊടുത്ത 2014 കൊടുത്ത കേസിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ആ കേസിന്റെ വിധിന്യായത്തിലൂടെയാണ് ട്രാൻസ്ജെൻഡറിനെ കുറിച്ചൊക്കെയുള്ള ഐഡന്റിറ്റിയും ട്രാൻസ്ജെൻഡറിനെ നിയമപരമായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ കോടതി പറയുന്ന പ്രധാനപ്പെട്ട കോടതിയുടെ തീരുമാനങ്ങൾ വരുന്നത് ഈ 2014 ഈ ജഡ്ജ്മെന്റാണ്. അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. 126 പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതി: By recognizing transgender as third gender, this court is not only upholding the rule of law but also advancing justice to the class so far deprived of their legitimate natural and constitutional rights. ഈ വിഭാഗത്തിന്റെ മൂന്നാം ജെൻഡർ എന്നുള്ള വിഭാഗത്തിന്റെ അവരുടെ നിയമപരമായ ഭരണഘടനാപരമായ അവകാശങ്ങളെയും അധികാരങ്ങളെയും ഇതുവരെ നിഷേധിച്ചിരുന്നതിനെ മാറ്റുക ആണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് കോടതി പറയുന്നത്. വിധിന്യായത്തിലൂടെ സുപ്രീം കോടതി തേർഡ് ജെൻഡറിനെ വൾണറബിൾ ഗ്രൂപ്പ് ആൻഡ് മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ആയി പ്രഖ്യാപിച്ചു. ഇക്കാലം അത്രയും അവർ അനുഭവിച്ചു വന്ന അപമാനത്തിനും പകരമായി അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് കോടതി ആ വിധിന്യായത്തിൽ പറഞ്ഞു. വിധിന്യായത്തിന്റെ 129 പാരഗ്രാഫിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട: സ്വന്തം ജെൻഡർ ഐഡന്റിറ്റി തീരുമാനിക്കാനുള്ള അവകാശം തേർഡ് ജെൻഡറിലെ ആൾക്കാർക്ക് ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. അവരെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ആയ പൗരന്മാരായി കണക്കാക്കാനും കോടതി പറഞ്ഞു. അതിനനുസരിച്ച് അവർക്ക് പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പറഞ്ഞു. ഉദാഹരണത്തിന് അവർക്ക് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും റിസർവേഷൻ അനുവദിക്കണം. പ്രത്യേകം HIV ക്ലിനിക്കുകൾ അവർക്ക് വേണ്ടി സ്ഥാപിക്കണം. സോഷ്യൽ സ്റ്റിഗ്മ ഇല്ലാതാക്കാനുള്ള നടപടികൾ തുടങ്ങണം. ആശുപത്രികളിൽ പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കണം. പൊതു ഇടങ്ങളിൽ തേർഡ് ജെൻഡറിന് വേണ്ടി പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കണം. അവരുടെ ഉന്നമനത്തിന് വേണ്ടി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഉണ്ടാക്കണം എന്ന് കോടതി പറഞ്ഞു. ആ ജഡ്ജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡിക എന്ന് പറയുന്നത് പാരഗ്രാഫ് 129 ആണ്. ആ തീരുമാനങ്ങൾ 2025 നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കൊടുത്ത കേസിലാണ് കോടതി 2025 ഒക്ടോബറിൽ ഗവൺമെന്റിനെ വിമർശിക്കുന്നത്. അതിനെ തുറന്നിട്ടാണ് ഇപ്പൊ ഈ ബില്ല് വരുന്നത്. ഇനി ആ നിയമ വിധിന്യായത്തിൽ ഇത് കൂടാതെ
വിഷയം ആഴത്തിൽ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച എക്സ്പേർട്ട് കമ്മിറ്റി 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് കോടതി ഉത്തരവിന്റെ നിയമപരമായ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കണമെന്നും ഉത്തരവിലുണ്ട്. ഏത് 2014 ഉത്തരവില്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ആശാ മേനോന്റെ നേതൃത്വത്തിലുള്ള അഡ്വൈസറി കമ്മിറ്റിയെ പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് മോദി സർക്കാർ തിടുക്കത്തിൽ പുതിയ ഭേദഗതി കൊണ്ടുവന്നത്. ഇതിനെതിരെ അഡ്വൈസറി കമ്മിറ്റി മോദി സർക്കാരിന് ഒരു റെസൊല്യൂഷൻ പാസാക്കി അയച്ചു കഴിഞ്ഞു. ഈ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു റെസൊല്യൂഷൻ. പക്ഷേ അത് കണക്കിലെടുക്കാതെ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം: സുപ്രീം കോടതി നിയോഗിച്ച അഡ്വൈസറി കമ്മിറ്റിയെ പോലും ബിൽ പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് കൺസൾട്ട് ചെയ്തിരുന്നില്ല. അത് ഗുരുതരമായ ഒരു തെറ്റാണത്. ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയാണ് ബിൽ പാസാക്കിയത് എന്നാണ് മോദി സർക്കാരിന്റെ വാദം. പക്ഷേ ബില്ലിനെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയും സുപ്രീം കോടതി നിയോഗിച്ച അഡ്വൈസറി കമ്മിറ്റിയും ശക്തമായി എതിർക്കുമ്പോഴാണ് ബില്ലിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സ്വന്തം ജെൻഡർ ഐഡന്റിറ്റി സ്വയം തീരുമാനിക്കാനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന 2019 നിയമത്തിലെ സെക്ഷൻ 4(2) ഭേദഗതി ചെയ്തു ഈ അമെന്റ്മെന്റിലൂടെ. 2014 സുപ്രീം കോടതി വിധിയുടെ പാരഗ്രാഫ് 129 പ്രകാരം സ്വന്തം ജെൻഡർ ഐഡന്റിറ്റി തീരുമാനിക്കാനുള്ള പരമാധികാരം ആ വ്യക്തിക്ക് തന്നെയാണ്. ഇതിനനുസൃതമായിട്ടാണ് 2019 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 4 സബ്സെക്ഷൻ 2 രൂപീകൃതമായത്. 2026 മാർച്ചിലെ ഭേദഗതിയിലൂടെ ഈ അവകാശമാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അതായത് സ്വന്തം ജെൻഡർ ഐഡന്റിറ്റി സ്വയം പ്രഖ്യാപിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് അവകാശമുണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതാണ് എടുത്തു കളയുന്നത്. പുതിയ ഭേദഗതി അനുസരിച്ച് ഒരു ട്രാൻസ്ജെൻഡർ പൗരന് സ്വന്തം ജെൻഡർ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ വ്യക്തി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് അപേക്ഷ കൊടുക്കണം. ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആണെന്ന് കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത്. ഇനിയോ ഇതിനു വേണ്ടി നിയോഗിച്ച മെഡിക്കൽ ബോർഡിന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടെയാണ് നിയമനിർമ്മാണം നടത്തിയവരുടെ ഈ വിഷയത്തിലുള്ള അജ്ഞത വെളിവാകുന്നത്. ട്രാൻസ്ജെൻഡർ എന്നത് ഒരു ബോധമാണ്. ഒരു ജെൻഡറിൽ നിന്ന് മറ്റൊന്നിലേക്ക് താൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന ഒരു വ്യക്തിയുടെ ബോധം. അത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഒരു പെൺകുട്ടി താൻ യഥാർത്ഥത്തിൽ ഒരാണാണെന്നും താനെന്ന ആണ് പെൺശരീരത്തിൽ ട്രാപ്ഡ് ആണെന്നും അതിൽ നിന്ന് താനെന്ന ആണിന് മോചനം വേണമെന്നും ജന്മം കൊണ്ട് പെണ്ണായ ഒരാൾ ഗാഠമായി ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതിനെയാണ് ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്, FTM. ഫീമെയിൽ ടു അതുപോലെ തന്നെ ഒരു ആൺകുട്ടിക്ക് താൻ യഥാർത്ഥത്തിൽ പെൺകുട്ടിയാണെന്ന് തോന്നുന്നതാണ് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ. അതായത് അതിനെയാണ് നമ്മൾ M2F എന്നൊക്കെ പറയുന്നത്. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ജെൻഡറും സെക്സും രണ്ടാണ്. സെക്സ് ബയോളജിക്കൽ ആയിട്ടുള്ളതാണ്, ജന്മം കൊണ്ടുണ്ടാകുന്നതാണ്. ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. സെക്സിൽ മാൻ ആൻഡ് വുമൺ എന്നാണ് നമ്മൾ പറയുന്നത്. ജെൻഡറിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നാണ്. സ്ത്രീ ഇന്ന രീതിയിലായിരിക്കണമെന്ന സോഷ്യലി കൺസ്ട്രക്റ്റഡ് ബോധത്തെയാണ് ട്രാൻസ്ജെൻഡർ ചോദ്യം ചെയ്യുന്നത്. ജെൻഡർ ബോധം സ്വന്തം ശരീരത്തിന്റെ ബയോളജിക്കൽ സെക്സിലേക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഒരാൾ ട്രാൻസ് വുമണോ ട്രാൻസ് മാനോ ആകുന്നത്. അത് സർജറി വഴിയാണ്. ഉദാഹരണത്തിന് ഞാൻ ഒരു ആണാണ് ബയോളജിക്കലി, പക്ഷെ ഞാനൊരു സ്ത്രീയാണ് എന്നെന്റെ ബോധം പറയുകയും അങ്ങനെ എന്റെ ബോധം ഉണ്ടായതിന് സാമൂഹിക നിർമ്മിതമായ പല ഘടകങ്ങളുണ്ട്. അതെന്തായാലും അങ്ങനെ ആ ബോധത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ബയോളജിക്കലി പുരുഷനും എന്റെ ജെൻഡർ എന്റെ ബോധം കൊണ്ട് ഞാനൊരു സ്ത്രീയാണെന്ന് കരുതുമ്പോൾ ഞാനൊരു ട്രാൻസ്ജെൻഡറാണ്. എന്നിട്ട് ഞാൻ ഈ ട്രാൻസ്ജെൻഡർ ബോധത്തിനപ്പുറം എന്നെ ഒരു സ്ത്രീ ആക്കി തന്നെ എനിക്ക് മാറ്റണം, ബയോളജിക്കലി ശരീരം കൊണ്ട് എന്നെ മാറ്റണം എന്ന് ആഗ്രഹിക്കും. ഞാൻ ചില ഓപ്പറേഷൻസിന് വിധേയരാകുകയും ചെയ്യുമ്പോഴാണ് ഞാനൊരു ട്രാൻസ് വുമൺ ആയി മാറിയത്. കാരണം ഞാനൊരു വുമൺ അല്ല, ഐ ഹാവ് ട്രാൻസ്ഫേർഡ് മൈ ഐഡന്റിറ്റി ഫ്രം എ മാൻ ടു വുമൺ. ട്രാൻസ് വുമൺ ആണത്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെന്റിനെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. ട്രാൻസ്പോർട്ട്, ട്രാൻസ്ഫർ, ട്രാൻസ്. ആ ട്രാൻസ് ആണ്. മറ്റേ ട്രാൻസ്ജെൻഡർ ആണ്, ഇത് ട്രാൻസ് വുമൺ ആണ്. അതുപോലെ സ്ത്രീ പുരുഷനായിട്ട് സർജറി എടുത്ത് വരുമ്പോഴത്തേക്കും ഈസ് കോൾഡ് ട്രാൻസ് മാൻ, മറ്റൊരു ട്രാൻസ് വുമൺ. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ജെൻഡറും സെക്സുമായിട്ടുള്ള വ്യത്യാസം. സെക്സ് ഒരു ട്രാൻസ് മാനെയോ ട്രാൻസ് വുമണെയോ മെഡിക്കൽ ബോർഡിന് പരിശോധിക്കാൻ കഴിയും. കാരണം അവർ സർജറി നടത്തിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കഴിയും. പക്ഷേ ട്രാൻസ്ജെൻഡർ ഒരാളെ എങ്ങനെയാണ് മെഡിക്കൽ ബോർഡിന് പരിശോധിക്കാൻ കഴിയുക?
അത് അയാളുടെ ബോധത്തിന്റെ ലോകമാണ്. എങ്ങനെയാണ് ഒരു മെഡിക്കൽ ബോർഡിന് ഇത് പരിശോധിക്കാൻ കഴിയുന്നത്? അയാളുടെ തന്റെ തോട്ട്സ് അല്ല, അയാളുടെ ബോധമല്ല. അതെങ്ങനെ മെഡിക്കൽ ബോർഡിൽ പരിശോധിക്കാൻ കഴിയും? അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്ക് ഈ ബിൽ ഉണ്ടാക്കിയവർക്ക്, ഇത് പാസ്സാക്കിയവർക്ക് എന്താണ് ജെൻഡർ, എന്താണ് സെക്സ് എന്നുള്ള വ്യത്യാസം അറിയില്ല. അവരുടെ അജ്ഞതയാണ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ട്രാൻസ്ജെൻഡർ വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ മാനും ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ് മാനും ഇവ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം പോലും അറിയാത്തവരാണ് ഈ നിയമ ഭേദഗതിക്ക് രൂപം കൊടുത്തത്. ഹൈസ്കൂൾ പാസ്സാകാത്തയാൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരു മന്ത്രിസഭയിൽ ഇത്തരം കോംപ്ലക്സ് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് തീരുമാനങ്ങൾ ഉണ്ടാകുമോ? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് LGBT എന്ന പ്രയോഗമാണ്. ആ പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം ഇതിൽ L എന്നത് ലെസ്ബിയൻ, അതിന്റെ അബ്രീവിയേഷൻ ആണ് L. G എന്നാൽ ഗേ, അതിന്റെ അബ്രീവിയേഷൻ ആണ്. B എന്നാൽ ബൈസെക്ഷൽ എന്നാണ്. T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എന്നുമാണ്. അങ്ങനെയാണ് LGBT. നമ്മൾ എപ്പോഴും LGBT കമ്മ്യൂണിറ്റി എന്ന് പറയും. ഇതിൽ ആദ്യത്തെ 3 അക്ഷരം LGB എന്ന് പറഞ്ഞ ഒരാളുടെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞത് സെക്സ് പോലുമല്ല, സെക്ഷൽ ഓറിയന്റേഷൻ ആണ് സെക്ഷുവാലിറ്റി. എന്റെ സെക്ഷൽ പ്രിഫറൻസ്, എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ആണ് എന്റെ സെക്ഷുവാലിറ്റി. അത് എന്റെ സെക്സിൽ നിന്നും വ്യത്യസ്തമാണ്, എന്റെ ജെൻഡറിൽ നിന്നും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, അത് അയാളുടെ ബയോളജിക്കൽ സെക്സുമായി ബന്ധമില്ല സെക്ഷുവാലിറ്റിക്ക്. അയാളുടെ ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക താല്പര്യം, പ്രയോറിറ്റി, പ്രിഫറൻസ്, ഇതൊക്കെയാണ് സെക്ഷുവാലിറ്റി. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടാകുന്ന ലൈംഗിക ബന്ധമാണ് ലെസ്ബിയൻ. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുമായി. ഒരു പുരുഷന് മറ്റൊരു പുരുഷനുമായി ഉണ്ടാകുന്ന ലൈംഗിക ബന്ധമാണ് ഗേ സെക്സ്. ഒരു സ്ത്രീക്കോ പുരുഷനോ ഇരു വിഭാഗങ്ങളിലുമുള്ളവർ തമ്മിലുണ്ടാകുന്ന ലൈംഗിക ബന്ധത്തെയാണ് ബൈസെക്ഷൽ. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായിട്ടും വേറൊരു പുരുഷനുമായിട്ടും ബന്ധപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളെ ഗേ എന്ന് പറയാനൊക്കില്ല. അതേസമയം അയാളെ ബൈസെക്ഷൽ എന്ന് പറയും. അയാളെ ഹെട്രോസെക്ഷൽ എന്നും പറയാനല്ല. ഹെട്രോസെക്ഷൽ എന്ന് പറഞ്ഞാൽ മാൻ ടു വുമൺ റിലേഷൻഷിപ്പ് ആണ്. അതാണ് നമ്മൾ വിത്തിൻ കോട്ട് നോർമൽ എന്ന് പറയുന്നത് മാൻ വുമൺ റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ഹെട്രോസെക്ഷൽ. മറ്റൊരു ഹോമോസെക്ഷൽ ആണ്. ഹോമോസെക്ഷൽ വുമൺ റിലേഷൻ എന്ന് പറഞ്ഞാൽ ലെസ്ബിയാനും മാൻ എന്ന് പറഞ്ഞ ഗേയുമാണ്. ചില പുരുഷന്മാർക്ക് സ്ത്രീകളുമായി ബന്ധമുണ്ടാകാം, പുരുഷനുമായിട്ട് ബന്ധം, അവരെ ബൈസെക്ഷൽ എന്ന് പറഞ്ഞു. ഇതല്ലാതെ ബിസ്റ്റാലിറ്റി ഉണ്ട്, മൃഗങ്ങളുമായി ഇത് ചെയ്യുന്ന ആളുകളുണ്ട്, ദാറ്റ്സ് ബിസ്റ്റാലിറ്റി. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ്. ഇതിൽ തന്നെ നിർണായകമാകുന്നത് ലൈംഗിക പങ്കാളിയുടെ ബയോളജിക്കൽ സെക്സ് ആണ്, അല്ലാതെ അവർ തമ്മിലുള്ള സെക്ഷൽ ആക്ട് അല്ല. അതല്ല, നമ്മുടെ ഒരു പാർട്ട്ണറിന്റെ ബയോളജിക്കൽ സെക്സ് ആണ് അത്. ഈ റിലേഷൻ ലെസ്ബിയൻ ആണോ, ബൈസെക്ഷൽ ആണോ, ഗേ ആണോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലാതെ സെക്ഷൽ ആക്ട് അല്ല. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ പുരുഷനെ ഫെലാഷിയോ എന്ന് പറഞ്ഞാൽ ഓറൽ സെക്സ് ആണ് ചെയ്താൽ അത് ഗേ സെക്സ് അല്ല. ഒരു സ്ത്രീ പുരുഷനെ ഫെലാഷിയോ ചെയ്താൽ, ഓറൽ സെക്സ് ചെയ്താൽ ഗേ സെക്സ് അല്ല. എന്നാൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ ഓറൽ സെക്സ് ചെയ്താൽ അതാണ് ഗേ സെക്സ്. ഞാൻ എക്സാമ്പിൾ പറയാം. അതുപോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കനിലിംഗസ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് ഓറൽ സെക്സ് ഓൺ എ വുമൺ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ലെസ്ബിയൻ സെക്സ് അല്ല. എന്നാൽ ആ സ്ത്രീയെ മറ്റൊരു സ്ത്രീ കനിലിംഗസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ലെസ്ബിയൻ സെക്സ്. അതായത് സെക്ഷൽ ആക്ട് അല്ല. ലെസ്ബിയൻ ആണോ ഗേ എന്ന് ഡിസൈഡ് ചെയ്യുന്ന പാർട്ട്ണർ ആരാണെന്നുള്ളതനുസരിച്ചാണ് ഇത് ലെസ്ബിയനോ ഇതായിട്ട് വരുന്നത്. എന്നാൽ ട്രാൻസ്ജെൻഡർ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതിൽ ലൈംഗികതയ്ക്കല്ല പ്രാധാന്യം, അതൊരു ബോധം മാത്രമാണ്. ഒരു M2F ട്രാൻസ്ജെൻഡർ, അതായത് മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ, യാതൊരു പ്രശ്നവുമില്ലാതെ ഒരു ബയോളജിക്കലി സ്ത്രീയായോ ബയോളജിക്കലി പുരുഷനായ ആളുമായിട്ട് സെക്സ് ചെയ്യും. ആ വ്യക്തിക്ക് സംബന്ധിച്ച് ജെൻഡറാണ് പ്രധാനം. LGBT എന്ന അംബ്രല്ല ഡെഫിനിഷനിൽ നിന്നും T വിടുതൽ നേടേണ്ട സമയമായി. T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ. കാരണം M2F ഫീമെയിൽ ട്രാൻസ്ജെൻഡറും ഫീമെയിൽ മെയിൽ ട്രാൻസ്ജെൻഡറും പിന്നെ ട്രാൻസ്മാനും ട്രാൻസ് വുമണും ഇതൊക്കെ ഈ 4 കാറ്റഗറി ഉള്ളവരാണ് T എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് LGBയുമായി ഒരു പൊരുത്തവുമില്ല. കാരണം LGB എന്ന് പറഞ്ഞാൽ സെക്ഷുവാലിറ്റിയാണ്, മറ്റൊരു ജെൻഡറാണ്. പക്ഷെ നമ്മൾ ഈ LGBT ഒരുമിച്ച് പറയുകയാണ്. ഇത് എന്തുകൊണ്ട് നമ്മൾ പറയത്തില്ല ഷെഡ്യൂൾഡ് ട്രൈബ് ST. നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്കൊണ്ട് 40-42 ട്രൈബ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ അവരെല്ലാം ട്രൈബ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയും. ഒറ്റ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി ഇവരെ 1950 നോട്ടിഫിക്കേഷൻ വഴി ഇവരെല്ലാം ST ആക്കി മാറ്റി. പക്ഷേ നമ്മൾ ST വിഭാഗത്തിലെ ചില ST കമ്മ്യൂണിറ്റിയുടെ വീടുകളിൽ മറ്റു ചില ST കമ്മ്യൂണിറ്റിക്കാരെ കയറ്റത്തില്ല. അയിത്തമുണ്ട്, മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞ ഇവിടെ പണ്ടുണ്ടായിരുന്ന നമ്പൂതിരിയുടെ വീട്ടിൽ താഴ്ന്ന ജാതിക്കാരനെ കയറിക്കൂടാ എന്ന് പറയുന്നത് പോലെ ചില ST കമ്മ്യൂണിറ്റി അവരുടെ വീടുകളിൽ മറ്റ് ST കമ്മ്യൂണിറ്റി ആളുകളെ കയറ്റത്തില്ല. അത്രമാത്രം അവർ തമ്മിൽ അവരുടെ ആചാരങ്ങളിലും അവരനുസരിച്ചുള്ള വ്യത്യാസമുണ്ട്. നമ്മളിതെല്ലാം കൂടെ ഒരു അമ്പറ പോലെ ST എന്ന് പറയണം. അത് അവരെ കുറിച്ച് നമുക്ക് നല്ല ഗഹനമായ ആഴത്തുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. അത് തന്നെയാണ് LGBT കാര്യത്തിൽ സംഭവിക്കുന്നത്. കാരണം LGB
സെക്ഷുവാലിറ്റിയുമായി ബന്ധമാണ്, ടി ജെൻഡറുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഒരുമിച്ച് ചേർക്കുന്നതിനകത്ത് തന്നെ വലിയ പൊരുത്തക്കേടുണ്ട്. പക്ഷെ ഇന്നും ആ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് പോലും LGBT എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, ഇത്തരം സങ്കീർണതയിൽ നിന്നാണ് നമ്മൾ ഇത്രയേറെ അജ്ഞത നിറഞ്ഞ ഒരു ഭേദഗതി വിലയിരുത്തേണ്ടത്. ഇവിടെ ഞാൻ വളരെ പ്രശസ്തമായ ഒരു മേബി ഒരു 1 year back ഒരു ന്യൂസ് റിപ്പോർട്ട് എല്ലാ പത്രത്തിലും വന്നിരുന്നു. അതായത് മെയിൽ ടു ഫീമെയിൽ ആയ ഒരു ട്രാൻസ്ജെൻഡർ ഒരാള്, അയാളുടെ ലൈംഗിക അയാളുടെ ജീവിത പങ്കാളി, അവര് ഒരു വുമൺ ടു മാൻ ട്രാൻസ് വുമണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു, അവരുടെ ജെനീഷ്യൽസ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പൊ അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യലി ട്രാൻസ് മാൻ ആയ ഒരു സ്ത്രീ, അപ്പുറത്ത് ട്രാൻസ്ജെൻഡർ അയാൾ പുരുഷനിൽ നിന്ന് മാറി സ്ത്രീയായി മാറിയിട്ടുള്ളൂ, വേഷവിധാനങ്ങളിൽ മാത്രമേ ഉള്ളൂ അയാളുടെ രീതികൾ. അയാൾ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറാണ്. അവർ വിവാഹം കഴിക്കും. ഇയാളിൽ നിന്ന്, അതായത് സാരി ഉടുത്തുകൊണ്ട് നടക്കുന്ന ഈ പുരുഷനിൽ നിന്ന് സ്ത്രീത്വം കംപ്ലീറ്റ് മാറാൻ ആഗ്രഹിക്കുന്ന ആ സ്ത്രീയിൽ ഇയാളിൽ നിന്ന് ഗർഭം ഉണ്ടാകുകയും അവർ പ്രസവിക്കുകയും ചെയ്തു. അത് വാസ്തവത്തിൽ ആ സ്ത്രീ എന്നുള്ള ഇത് ഐഡന്റിറ്റി മാറാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയോട്, പകുതി സ്ത്രീയിൽ നിന്ന് മാറിയ ആ സ്ത്രീയോട് കാണിച്ച കൊടും ക്രൂരതയാണിത്, കൊടും ക്രൂരത. അവർ കുട്ടി ഉണ്ടായപ്പം ഈ രണ്ടുപേരും കൂടെ എന്നിട്ട് അവരിയ്ക്കുന്നു, പത്രത്തിലൊക്കെ പടം വരുന്നു. അപ്പൊ ഈ സാരി ഉടുത്തുകൊണ്ട് കിടക്കുന്ന പുരുഷൻ പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ജെൻഡർ അറിയിക്കാതെ വളർത്തുന്നു. ജെൻഡർ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ആ പറഞ്ഞ അയാൾക്ക് എന്താണ് ജെൻഡർ എന്നറിയില്ല, എന്താണ് സെക്ഷുവാലിറ്റി എന്ന് അറിയത്തില്ല, എന്താണ് സെക്സ് എന്നും അറിയത്തില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഈ ജെൻഡർ കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, ഇവരെ കമ്മ്യൂണിറ്റികൾ പലർക്കും ഇത് എന്താണെന്നേ അറിയത്തില്ല. അവർ വേഷം മാറുന്നതുകൊണ്ട് മാത്രം അങ്ങനെ കരുതുകയാണ് ചെയ്യുന്നത്. അത് ടോട്ടലി ഡിഫറെന്റ് ആണ്, വളരെ കോംപ്ലക്സ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. അത് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ അറിയില്ല, നിയമം ഉണ്ടാക്കുന്നവർക്ക് യാതൊന്നും അറിയില്ല എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതി വഴി നമ്മൾ മനസ്സിലാക്കേണ്ടത്.